നമസ്കാരം. നമുക്കെന്തായാലും ഒരു ദൃശ്യം കണ്ടിട്ട് വരാം. ദൃശ്യത്തിൽ രാഹുൽ ഗാന്ധി മരിച്ചു കിടക്കുന്ന ആളിൻ്റെ അടുത്തേക്ക് വരുന്നു. ഒരല്പം നോക്കിയതിനു ശേഷം കൗതുകത്തോടുകൂടി ഒരു ചിരി പാസ്സാക്കുന്നു. തൊട്ടടുത്ത് DK ശിവകുമാർ ഉണ്ട്. ഏതോ കർണാടകത്തിലെ കോൺഗ്രസ് നേതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയതാണ് എന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധിക്ക് എവിടെ പോയാലും ചിരിക്കാം, അതിന് തെറ്റൊന്നുമില്ല. ഒരു ജനാധിപത്യപരമായി അദ്ദേഹത്തിന് ചിരിക്കാനുള്ള അവകാശത്തിനെയൊന്നും ചോദ്യം ചെയ്യുവാൻ തത്വമയി ന്യൂസിനെന്നല്ല ലോകത്തിൽ ആർക്കും തന്നെ ഒരു അവകാശവുമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മരണ വീട്ടിൽ പോയും ചിരിക്കാം, എവിടെ പോയും ചിരിക്കാം. പക്ഷേ അവിടെ വിഷമിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾക്ക് ഈ ചിരി അത്ര രസകരമായി തോന്നുന്നില്ല. ചിലപ്പോൾ പങ്കായം വിജയനുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ രാഹുൽജി ആരെയും കുറ്റപ്പെടുത്തരുത്. കാരണം ഇവിടെ നിന്ന് നമ്മുടെ പിണറായി വിജയൻ നേരിട്ട് ഒരു യാത്ര നടത്തി ഓഖി ദുരന്ത ബാധിതരായ അവിടുത്തെ മനുഷ്യരെ പോയി കാണാനായിട്ട് പല ആൾക്കാരും കടലിൽ പോയതിനു ശേഷം തിരിച്ചു വരാത്ത ആൾക്കാരാണ്. ആ തിരിച്ചു വരാത്ത ആൾക്കാർ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വളരെ വൈകി ഇവർക്ക് എല്ലാ തരത്തിലുള്ള ഒരു സഹായവും ചെയ്തു കൊടുക്കാതെ അവിടെ ചെന്ന് എത്തിപ്പെട്ടപ്പോൾ അവിടുത്തെ ജനങ്ങൾ അന്ന് പങ്കായം കൊണ്ടാണ് നേരിട്ടത്. ഓടി രക്ഷപ്പെടുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് കാറും വിട്ടിട്ട് വേറെ ആരുടെയോ കാറിലാണ് അന്ന് പോയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, വേറൊരു മന്ത്രിയുടെ കാറിലാണ് അദ്ദേഹം അന്ന് യാത്ര ചെയ്തത്. ഓടി രക്ഷപ്പെടുകയായിരുന്നു അവിടെ നിന്ന്. ഓടി രക്ഷപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ആ പങ്കായം കടലിൽ തൊടയാൻ മാത്രമുള്ളതല്ല എന്ന് പിണറായി വിജയന് മനസ്സിലായേനെ. എന്തായാലും അത്തരത്തിലൊരു സംഭവം രാഹുൽജിക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള ചിരി അപകടകരം കൂടിയാണ്. ചിരി ആരോഗ്യത്തിന് നല്ലതാണ്, പക്ഷേ എപ്പോഴും ചിരിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല രാഹുൽജി എന്നാണ് പൊതുവിലുള്ള ഒരു അഭിപ്രായം. ഇത്തരത്തിലാണ് മരണ വീട്ടിൽ ചെന്നിട്ടാണ് ചിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ചിരിക്കും. കുറച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ ചിരി ഉണ്ടാകുക. കാരണം ഇതൊക്കെ വാർത്തയിൽ വന്നതിന് ശേഷം അത്തരത്തിലുള്ളൊരു അവസ്ഥ രാഹുൽജിക്ക് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പിന്നെ രാഹുൽജി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഒന്ന് അവതാളത്തിലായതിനു ശേഷം ഇറ്റലിയിൽ പോകാൻ വേണ്ടി വച്ചിരിക്കുന്നില്ലേ ഒരു ബംഗ്ലാവ് സർദീനയിൽ, അത് നേരത്തെ പോകേണ്ടി വരും. അമ്മാതിരി നാണക്കേടായിരിക്കും പിന്നീട് ഉണ്ടാകാൻ പോകുന്നത് എന്ന വിനീതമായ ഒരു അഭ്യർത്ഥനയുണ്ട്. പിന്നെ സോണിയാജിക്കും ഒക്കെ അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും. എന്തായാലും അത്തരമൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴുതി മാറാതിരിക്കട്ടെ. ഇനിയെങ്കിലും ചിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം എവിടെയാണ് നിന്ന് ചിരിക്കുന്നതെന്ന്. രാഹുൽജിക്ക് പൊതുവിൽ ചിരി വളരെ വലിയ ഇഷ്ടമാണ്. കോൺഗ്രസ് പരാജയപ്പെട്ടാലും രാഹുൽജി ചിരിക്കും. കാരണം രാഹുൽജിക്ക് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്താ ഇപ്പോൾ യങ് ഇന്ത്യയിലെ ആണെങ്കിലും മറ്റ് ഏതെങ്കിലും ഒക്കെ നാഷണൽ ഹെറാൾഡിൻ്റെ ആണെങ്കിലും ഒക്കെ ഷെയറുകളും ഓഹരികളും ഒക്കെ ആവശ്യവും അനാവശ്യത്തിനുമായിട്ടുള്ളതും അഴിമതിയും എല്ലാം നിറഞ്ഞ തരത്തിൽ എല്ലാ സമ്പാദ്യങ്ങളും രാഹുൽജിയുടെ പക്കലുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ചിരിക്കാം. നല്ല രീതിയിൽ സമ്പത്തുണ്ട്. എന്തായാലും അതുകൊണ്ട് രാഹുൽജിക്ക് ചിരിക്കാം. പക്ഷേ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും ചിരിക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന നേതാവ് അവരുടെ അടുത്ത ആളായിരിക്കും. അതുകൊണ്ട് തന്നെ രാഹുൽജി ചിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. വളരെ നല്ല രീതിയിലല്ല ചിലപ്പോൾ അവരുടെ മറ്റാൾക്കാരുടെ ചിരി ഉണ്ടാകുക. ചിലപ്പോൾ രാക്ഷസ ചിരി ആകാനും സാധ്യത ഇല്ലാതില്ല. പ്രത്യേകിച്ചും കേരളത്തിലേക്കൊക്കെ കർണാടകത്തിലെ കോൺഗ്രസ്സുകാർ ചിലപ്പോൾ ഇതെല്ലാം ക്ഷമിച്ചു എന്നിരിക്കും. കേരളത്തിലെ കോൺഗ്രസ് ചിലപ്പോൾ ക്ഷമിച്ചു എന്ന് വരില്ല. കാരണം ഇവിടെ ഗ്രൂപ്പ് അടി നടത്തി തടക്കവും പഴക്കവും വന്നതാണ്. കർണാടകത്തിലും അതിന് ഒരു ഒട്ടും മോശമല്ല. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. ആൾക്കൂട്ടം കുറവായതുകൊണ്ടായിരിക്കാം ആ ചിരി സഹിച്ചുകൊണ്ട് ആൾക്കാരവിടെ നോക്കി നിന്നത്. എന്തായാലും ഗ്രേറ്റ് നിക്കോബാറിലേക്ക് ആ പ്രോജക്റ്റ് മുടക്കാൻ വേണ്ടിയിട്ട് പോയതിന് ശേഷം അവിടെ ഒരു ചിരി അദ്ദേഹം പാസ്സാക്കി. അദ്ദേഹം ഉള്ളിൽ ഇപ്പോൾ ചിരിക്കുന്നുണ്ടാവും. പക്ഷേ ആ ഉള്ളിൽ ചിരിയുടെ കാര്യത്തിൽ ഒരു തരത്തിൽ രാഹുൽജിക്ക് പിന്നീട് ആ ചിരി ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം ഉള്ളിൽ ആ ചിരി അങ്ങ് കെട്ടുപോയി. കാരണം ഇവിടെ ഇപ്പോൾ പുതിയ പ്രോജക്റ്റ് വന്നു, എയർപോർട്ട് വന്നു, മറ്റ് കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. രാഹുൽജി 2008 പോയി ഉണ്ടാക്കിയൊരു എഗ്രിമെൻ്റ് ഉണ്ടല്ലോ ചൈനയുമായിട്ടൊക്കെ. ആ ചൈനയുമായിട്ടുള്ള എഗ്രിമെൻറ്റിനനുസരിച്ചൊന്നും കാര്യങ്ങൾ നടക്കില്ല.
ചൈനയ്ക്ക് നല്ല 8ൻ്റെ പണി തന്നെ ഈ സ്ട്രെയ്റ്റ് ഓഫ് മലാക്കയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ നല്ല ഒന്നാം തരം പണി തന്നെ കിട്ടും. ഭാരതവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒന്ന് ഉരസാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാരതവുമായിട്ടൊരു നല്ല സൗഹൃദത്തിന് ഇവർ ആഗ്രഹിക്കുന്നു എന്ന് അവരിപ്പോഴെങ്കിലും പറയുന്നുണ്ട്. കാരണം ഭാരതം സഹകരിച്ചില്ലെങ്കിൽ ഇനി അവരുടെ അവസ്ഥ ഏത് രീതിയിലാകുമെന്ന് ജനത്തിന് നല്ല ബോധ്യമുണ്ട്. എന്തായാലും ഇപ്പോൾ രാഹുൽജിയുടെ ചിരി എല്ലാ ഭാഗത്തും അങ്ങനെ വർക്കൗട്ട് ആകുന്നില്ല. എല്ലാ ഭാഗത്തും ചിരി മായുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും കേരളത്തിലെങ്കിലും ആ ചിരി മായാതെ ഇരുന്നു. പക്ഷേ മറ്റെല്ലാ ഭാഗങ്ങളിലും കോൺഗ്രസിനെ ജനം അടിച്ച് പുറത്താക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു നുഴഞ്ഞുകയറ്റമൊക്കെ നടത്തിയിട്ടുണ്ട് TVKയിലേക്ക്. പക്ഷേ ആ നുഴഞ്ഞുകയറ്റവും അധിക നാളൊന്നും ഉണ്ടാവില്ല. അതടുത്ത അണ്ണാമലയുടെ പാർട്ടി വരുന്നുണ്ട്. അണ്ണാമലയുടെ പാർട്ടിയും അതിനുശേഷം BJPയും ഒക്കെ അവിടെ അധികാരത്തിൽ വരുവാൻ പോവുകയാണ്. തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ ഇച്ചിരി വലിയ നാളത്തേക്ക് കാണില്ല. ഇന്ത്യയിൽ ആകമാനമുള്ള സംഭവം ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ രാഹുൽജി. അതുകൊണ്ട് ഇപ്പോൾ എത്ര വേണമോ ചിരിച്ചോ, മരണ വീട്ടിൽ അധികം ചിരിക്കേണ്ട. ചിരി ആരോഗ്യത്തിന് ഹാനികരമായി തീരും. പാർലമെൻറ്റിൽ രാഹുൽജി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ചിരി പാസ്സാക്കാറുണ്ട്. ഇടയ്ക്കൊരു കണ്ണിറുക്കി ചിരി ചിരിച്ചു. മോദിജിയെ കൊണ്ടുവന്ന് കെട്ടിപ്പിടിച്ചതിന് ശേഷം ഒരു ചിരി ചിരിച്ചു. ഈ ചിരിയൊക്കെ പിന്നീട് അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് പാർലമെൻറ്റിൽ കണ്ടത്. അപ്പോൾ ഇങ്ങനെ രാഹുൽജി ചിരിക്കുന്ന സ്ഥാനത്തും അസ്ഥാനത്തുമായി ചിരിക്കുമ്പോഴൊക്കെ നല്ല ഒന്നാം തരം പണി കിട്ടിയിട്ടുണ്ട്. അത് പൊതുമധ്യത്തിൽ ആകുമ്പോൾ എവിടെ ചിരിക്കണമെന്നറിയാത്ത രാഹുൽജി എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ആരെങ്കിലും ഒരു പുസ്തകം എഴുതിയാൽ നമുക്ക് ആരെയും ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. ഈ ചിരി മായാതിരിക്കട്ടെ, പക്ഷേ എപ്പോഴും ചിരിക്കാതെയും ഇരിക്കട്ടെ. രാഹുൽജിക്ക് നല്ല നമസ്കാരം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.